ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുണ്ടായി. ഈ ഇടയായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ കട്ടായി പോകുന്നു, ഒരു മണിക്കൂറിന്റെ മേലെ, അതായത് ഒരു മണിക്കൂറിൽ കഴിഞ്ഞാൽ കട്ടായി പോകുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം കട്ടാകുന്നത് ഏകദേശം കൂടുതൽ ടൈം എടുക്കുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കായി കട്ടായി പോകുന്നത്, ലൈവ് കട്ടായി പോകുന്നു. അപ്പൊ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ കൂടുതൽ സമയം എന്തായാലും അങ്ങനെ ഇരുന്നു പോകും. ലൈവ് ചെയ്യുന്നവർക്ക് അറിയാം, അതുപോലെ കാണുന്ന വ്യൂവേഴ്സിന് അറിയാം. പല ലൈവും മണിക്കൂറുകളോ അടക്കം ടൈം എടുത്തിട്ടാണ് ഇത്തരം ലൈവ് ചെയ്യാറുള്ളതും അതുപോലെ വ്യൂവേഴ്സ് കാണാറുള്ളതും. ആ ലൈവില് ഇങ്ങനെ സൗഹൃദം പങ്കിടല് പല കാര്യങ്ങളുണ്ട് ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ. യൂട്യൂബിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് ബോണസ് ലഭിക്കുന്നത്, വ്യൂസ് ലഭിക്കുന്നത്, വാച്ച് ടൈം ലഭിക്കുന്നത്, ഏണിങ്സ് ലഭിക്കുന്നത് എല്ലാ കാര്യം ഈ ലൈവിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഒരു സിമിലർ ആയിട്ട് ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് ലൈവ് കട്ടായി പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിക്കല്ല, കുറച്ച് പേർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ യൂട്യൂബ് ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലവും അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ടീമിന്റെ ചോദിച്ചപ്പോൾ അവർ പറയണത് ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂസും ഇല്ല, നിലവിലില്ല. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താന്ന് വെച്ചാല് നെറ്റ്വർക്ക് ഇഷ്യൂസ്, നമ്മൾ എവിടെന്നാണ് ലൈവ് ചെയ്യുന്നത് അവിടെ നെറ്റ്വർക്കിന്റെ പ്രോപ്പർ ലഭ്യത അതുണ്ടോ എന്നുള്ളത് നോക്കുക. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മെയിൻ മേജർ കാര്യം പറയുന്നത് നമ്മുടെ സ്റ്റോറേജ്, ഫോണിന്റെ സ്റ്റോറേജ് ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായി കുറയ്ക്കുക. സ്റ്റോറേജ് ഫുള്ള് നമ്മൾ ഡിലീറ്റ്. പലവരും ഉണ്ടാവും യൂട്യൂബ് വീഡിയോ വർഷങ്ങൾ മുമ്പേ എടുത്തു വെച്ച വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും യൂട്യൂബിൽ, ഇപ്പോഴും നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും ആ വീഡിയോ. അതെല്ലാം ഒഴിവാക്കുക. നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്ന് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ, രണ്ട് എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ, അങ്ങനെ രണ്ട് തരം വീഡിയോ. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു, ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്പോർട്ട് ചെയ്യും, അപ്പൊ രണ്ട് വീഡിയോ ആയി, എടുത്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആയി. അപ്പൊ ഈ രണ്ട് വീഡിയോ അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇത്തരം വീഡിയോകളൊന്നും നമുക്ക് വേണ്ട. യൂട്യൂബിൽ ഒരിക്കൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു ID വെച്ചിട്ട്, അതായത് വേറെ ഫോൺ വെച്ചിട്ട്, നമ്മുടെ ഇമെയിൽ ID ഉള്ള സെയിം ഫോൺ വെച്ച് കാണരുത് നമ്മുടെ യൂട്യൂബ് വീഡിയോ. വേറെ ഫോണിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്രദറിന്റെയോ ആരുടെങ്കിലും ഒരു ഫോൺ എടുത്തിട്ട് നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഗാലറി മൊത്തം ഒഴിവാക്കുക, നിങ്ങളുടെ സ്പേസ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ ആ ഗാലറി ഫുൾഫില്ല് ഉണ്ടെങ്കിൽ അത് മൊത്തം ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മുടെ ഫോണിന്റെ റാം, പലവരും ഇപ്പൊ പഴയ ഫോണൊക്കെ ആയിരിക്കും. അപ്പോൾ 3G 4G ഒക്കെ ഉള്ള ഫോൺ, അതിന്റെ റാം വളരെ കുറവായിരിക്കും. അപ്പൊ ഇത്തിരി റാം ഉള്ള നല്ലൊരു ഫോൺ എടുക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കപ്പാസിറ്റി ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ആ ഒരു ലൈവ് നല്ല രീതിയിൽ പോവുക. അല്ലെങ്കിൽ മൊബൈൽ നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈവ് കട്ടാവും. കാരണം ഓവർ ഹീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ഓവർ ഹീറ്റിങ്ങും അതുപോലെ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം കൊണ്ടും ഇത്തരത്തിൽ ലൈവ് കട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓവർ ഹീറ്റിംഗ് വരാനുള്ള കാരണം മെയിൻ ആണ്. ഓവർ ഹീറ്റിംഗ് വന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഫോണ് ഡിസ്സാവും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം, നമ്മൾ ലൈവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ സമയം ഈ മൊബൈൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പല വീഡിയോസ് കാണും, പല രീതിയിൽ അങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടാണ് ആ ഒരു മൊബൈൽ കൊണ്ട് തന്നെ വേഗം പോയി ലൈവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഓൾറെഡി അത് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു, നല്ല ഹീറ്റിംഗ് ആയിരുന്നു. ആ ഒരു ഹീറ്റിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ ലൈവ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഫോണിന്റെ പെർഫോമൻസിന് കാര്യമായിട്ടുള്ള ക്ഷമത ഇല്ല എന്നുള്ളതാണ്. അതായത് ആ പെർഫോമൻസ് അവിടെ കൂടുതൽ കിട്ടുന്നില്ല. ലൈവ് ചെയ്യുമ്പോൾ മണിക്കൂർ കണക്കിന് അത് വർക്ക് ചെയ്യണം, മെസ്സേജുകൾ വരികയാണ്, അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ആക്റ്റീവ് ആയിക്കോട്ടെ, ആ ഫോണ് ഹീറ്റിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്താണ്, അതിന്റെ പെർഫോമൻസ് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കാരണവശാലും ഡിസേബിൾ ആവും. ഓക്കെ, ലൈവ് പെട്ടെന്ന് കട്ടാവും. ഈ ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ ലൈവ് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഫോണിന് റെസ്റ്റ് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലൈവ് ചെയ്താൽ മതി. അതിനു മുമ്പ് നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവും, വാട്സപ്പ് ആയിക്കോട്ടെ, മറ്റുള്ള ഫേസ്ബുക്ക്, ഒരുപാട് യൂട്യൂബ്, എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം മിനിമൈസ് ചെയ്യണം, എല്ലാം ഒഴിവാക്കണം. ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആപ്പുകളെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ലൈവിലോട്ട് ഫ്രഷ് ആയി കിടക്കുക. ലൈവിലോട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ ഒന്ന് തുടയ്ക്കുക. കാരണം പലവരും വീഡിയോ എടുക്കുമ്പോഴും അതുപോലെ ലൈവ് ചെയ്യുമ്പോഴും ഈ ക്യാമറയൊന്നും ക്വാളിറ്റി വരുത്താണ്ട് അങ്ങനെ പോയി എടുക്കും. ആ ക്യാമറയിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും, ഒന്നും നോക്കത്തില്ല, വേഗം പോയിട്ട് വീഡിയോ എടുക്കുക, ലൈവ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വീഡിയോ എടുത്താൽ ഒത്തിരി എഡിറ്റിംഗിലും ചെയ്യാം. ലൈവാണ്, അതിലൊന്നും എഡിറ്റിംഗ് നടക്കില്ല. അപ്പോൾ ക്യാമറയൊക്കെ ഒന്ന് ക്വാളിറ്റിയിൽ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലൈവ് ചെയ്യുമ്പോൾ
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് ആ ഒരു ഫ്ലോയിൽ പോകേണ്ട ഒരു കാര്യമാണ് ഈ ഒരു യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നത്. അപ്പൊ ആ ഫ്ലോയിൽ പോകാൻ വേണ്ടി നിങ്ങളുടെ ഡിവൈസ് ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് നോക്കുക, ഓവർ ഹീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. പലവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ, ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് വേഗം പോയിട്ട് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ചാർജർ പിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ആ ഒരു എന്തെങ്കിലും ബാറ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പവർ ബാങ്കോ എന്തെങ്കിലും വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഹീറ്റിംഗ് കൂടും, മൊബൈൽ ഹീറ്റിംഗ് കൂടും. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ചാർജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ വേണ്ടത്ര ചാർജ് ഉണ്ടോ, ഞാൻ ഇന്ന കാര്യത്തിനാണ് പോണത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇന്ന ടൈമിൽ ലൈവ് ചെയ്യാറുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ ഈ വക കാര്യങ്ങളെല്ലാം, ഞാൻ അത്ര നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈവ് കട്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂറോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. ഇതിന്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ ലൈവ് കണ്ടിന്യൂ ചെയ്യൂ. ലൈവ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈവ് ചെയ്യണം. കാരണം ലൈവിലൂടെ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്, ലൈവിലൂടെ ബോണസ് ലഭിക്കുന്നുണ്ട്, ലൈവിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം നിങ്ങളുടെ ചാനലിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലൈവിലൂടെ കിട്ടുന്നുണ്ട്. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. പലവരും ലൈവ് കട്ടാവുന്നത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ലൈവ് ചെയ്ത് നോക്കിയ ശേഷം വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തണേ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ കമന്റ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, എന്റെ ലൈവ് എന്ത് കാരണം കൊണ്ടാണ് കട്ടാകുന്നത് എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ഒരു അനുമാനം ഉണ്ടാവില്ല, അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.